നിശബ്ദനായ ഒരാൾ വിഡ്ഢിയാണെന്ന് കരുതരുത്. ശ്രദ്ധയോടെ കേൾക്കുന്നവൻ സംസാരിക്കുന്നവനേക്കാൾ ബുദ്ധിമാനാണ്. എത്രയൊക്കെ ഉയർച്ചയിലെത്തിയാലും ആരെയും അവഗണിക്കുകയോ ഒരിക്കലും അഹങ്കരിക്കുകയോ ചെയ്യരുത്. കാരണം താഴ്ചയിൽ അവരെ വീണ്ടും കാണേണ്ടി വരും. നമ്മൾ വളരെ വേഗം പ്രായമാവുകയും വളരെ വൈകി മാത്രം ബുദ്ധിമാനായി തീരുകയും ചെയ്യുന്നു എന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം. വാശിയൊക്കെ ആകാം, പക്ഷേ കൈവിട്ടു പോകുമെന്ന് ഉറപ്പായാൽ ആരെങ്കിലും ഒരാൾ തോറ്റുകൊടുക്കണം. പിരിയേണ്ടി വന്നാൽ ദുഃഖം ഇരുപേർക്കും ഒരുപോലെയാണെന്ന് മറക്കാതിരിക്കുക. നമ്മൾ ചിലരെ ഒരുപാട് സ്നേഹിക്കുകയും അവരുടെ പല ആവശ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും നമ്മൾ അവരുടെ കൂടെ നിൽക്കും. പക്ഷെ ആവശ്യങ്ങൾ കഴിയുമ്പോൾ പലപ്പോഴും അവർ നമ്മെ മറക്കും. നമ്മൾ ആരുമല്ലാതായി തീരുന്നു. അതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ദുഃഖവും സത്യവും. നിരുത്സാഹപ്പെടുത്തുന്ന കുത്തുവാക്കുകൾ കാതുകളിലേക്ക് ഓടിയെത്തിയേക്കാം. എങ്കിലും തോറ്റുകൊടുക്കരുത്. ഈ ജീവിതയാത്ര തുടരുവാനുള്ളതാണ്, ഇടയ്ക്ക് വെച്ച് നിർത്താനുള്ളതല്ല. ആളുകൾ ഇഷ്ടപ്പെടാൻ വേണ്ടി മാത്രം നിങ്ങൾ മറക്കരുത്. നിങ്ങൾ നിങ്ങളായിരിക്കുക. ശരിയായ ആളുകൾ യഥാർത്ഥമായി നിങ്ങളെ ഇഷ്ടപ്പെടും. തിരിച്ചെന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യുന്നതെങ്കിൽ അത് കരുണയല്ല, മറിച്ച് വ്യാപാരമാണ്. ജീവിതം ഏറ്റവും ബുദ്ധിമുട്ടുള്ള പരീക്ഷയാണ്. ഓരോരുത്തർക്കും വ്യത്യസ്തമായ ചോദ്യപേപ്പർ ഉണ്ടെന്ന് മനസ്സിലാക്കാതെ മറ്റുള്ളവരെ പകർത്താൻ ശ്രമിക്കുന്നതിനാലാണ് പലരും പരാജയപ്പെടുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം സൃഷ്ടിക്കുന്നതിന് നിങ്ങൾ സമയം കണ്ടെത്തുന്നില്ല എങ്കിൽ ഒടുവിൽ നിങ്ങൾ ആഗ്രഹിക്കാത്ത ഒരു ജീവിതം കൈകാര്യം ചെയ്യാൻ ധാരാളം സമയം ചിലവഴിക്കാൻ നിങ്ങൾ നിർബന്ധിതരാകും. ഒരു തെറ്റ് സംഭവിക്കുമ്പോൾ ക്ഷമിക്കണം. ഒരിക്കലും വിശ്വാസത്തെ തകർക്കരുത്. കാരണം ക്ഷമിക്കുന്നത് എളുപ്പമാണ്, പക്ഷെ മറക്കുന്നതും വീണ്ടും വിശ്വസിക്കുന്നതും അപ്പോൾ അസാധ്യമാണ്. നിങ്ങൾക്ക് സന്തോഷവാനായിരിക്കണമെങ്കിൽ നിങ്ങളുടെ ചിന്തകളെ ആജ്ഞാപിക്കുന്ന, നിങ്ങളുടെ ഊർജത്തെ സ്വതന്ത്രമാക്കുന്ന, നിങ്ങളുടെ പ്രതീക്ഷകളെ പ്രചോദിപ്പിക്കുന്ന ഒരു ലക്ഷ്യം കണ്ടെത്തുക. പ്രതീക്ഷിച്ചതൊന്നും നടക്കാത്തതിൽ വിഷമിക്കരുത്. പകരം സന്തോഷിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ മികച്ചത് ദൈവം നിങ്ങൾക്കായി കാത്തുവച്ചിട്ടുണ്ട്. നിങ്ങളുടെ മനസ്സിൽ നിന്നും ഒരാളെക്കുറിച്ചുള്ള ചിന്തകൾ ഒഴിവാക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ആ വ്യക്തിയുടെ മനസ്സിലുണ്ടെന്നാണ്. സമയമാണ് മഹത്തായ എഴുത്തുകാരൻ. എല്ലായ്പ്പോഴും കഥയ്ക്ക് മികച്ചൊരു അവസാനം നൽകുന്നത് സമയമാണ്. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.